ദേശീയ തലത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയും രക്ഷിതാക്കളുടെ പ്രതീക്ഷകളെയും ആശങ്കയിലാഴ്ത്തിയ നീറ്റ് പരിശോധന ചോദ്യപേപ്പർ ചോർച്ചയിൽ നിർണായക നീക്കവുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ നടത്തിപ്പ് വരും വർഷങ്ങളിൽ അടിമുടി പരിഷ്കരിക്കാനാണ് NTA തീരുമാനം. ഇനിയൊരു സുരക്ഷാ വീഴ്ചയും ചോദ്യപേപ്പർ ചോർച്ചയും ഉണ്ടാകാതിരിക്കാൻ കടുത്ത മുൻകരുതലുകൾ സ്വീകരിച്ചതായി NTA വ്യക്തമാക്കി. അടുത്ത വർഷം മുതൽ നീറ്റ് പരീക്ഷ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാക്കി മാറ്റുമെന്നാണ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. ദേശീയ തലത്തിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെയും രക്ഷിതാക്കളുടെ പ്രതീക്ഷകളെയും ആശങ്കയിലാഴ്ത്തിയ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ പരീക്ഷ നടത്തിപ്പ് അടിമുടി പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി കടുത്ത മുൻകരുതലുകളാണ് വരും വർഷങ്ങളിൽ നടപ്പാക്കാൻ പോകുന്നത്. പരമ്പരാഗതമായി നടത്തിവരുന്ന പേപ്പർ പെൻസിൽ പരീക്ഷാ രീതി പൂർണ്ണമായും നിർത്തലാക്കാനാണ് NTA ആലോചന. ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറുന്നതോടെ സുതാര്യത ഉറപ്പുവരുത്താനാകുമെന്നാണ് ഏജൻസി കരുതുന്നത്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുകൾ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കും ശാശ്വത പരിഹാരമായി അടുത്ത വർഷം മുതൽ പരീക്ഷ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാക്കി മാറ്റുമെന്ന് NTA വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ ചോദ്യപേപ്പറുകൾ അച്ചടിക്കുന്നതിലോ ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്നതിലോ ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകൾ പൂർണ്ണമായും ഒഴിവാക്കാനാകും. പരീക്ഷാ നടത്തിപ്പിൽ മാത്രമല്ല, ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന പ്രക്രിയയിലും വിതരണത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താനാണ് കേന്ദ്ര ഏജൻസി ഒരുങ്ങുന്നത്. ഇനിയുള്ള പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകാതിരിക്കാൻ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന രീതിയിലും മാറ്റം വരുത്തുമെന്ന് NTA മേധാവി അറിയിച്ചു. പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ചേർന്ന പാർലമെന്ററി സമിതി യോഗത്തിലാണ് NTA തലവൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഈ സുപ്രധാന വിവരങ്ങൾ പങ്കുവച്ചത്. ഒരു വശത്ത് പരീക്ഷാ പരിഷ്കാരങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് കുറ്റവാളികളെ കണ്ടെത്താനുള്ള അന്വേഷണവും പുനർമൂല്യ നിർണ്ണയത്തിനുള്ള നടപടികളും വേഗത്തിൽ പുരോഗമിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം എത്രയും വേഗം പൂർത്തിയാകുമെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ മുൻനിര IIT വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് ഇതിനായുള്ള പ്രത്യേക ഡിജിറ്റൽ പോർട്ടൽ തയ്യാറായിരിക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വരുന്ന തിങ്കളാഴ്ച മുതൽ പുനർമൂല്യ നിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സൗകര്യവും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. നീറ്റ് പരീക്ഷ നടത്തിപ്പിൽ മാത്രമല്ല, ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന പ്രക്രിയയിലും വിതരണത്തിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ ഒരുങ്ങുന്നത്. പരീക്ഷയുടെ വിശ്വാസ്യത പൂർണ്ണമായും തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കങ്ങൾ. നീറ്റ് വിവാദങ്ങൾ രാജ്യവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായ പശ്ചാത്തലത്തിലാണ് NTA ഉന്നത ഉദ്യോഗസ്ഥർ പാർലമെന്ററി സമിതിക്ക് മുൻപാകെ ഹാജരായത്. കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്ററി സമിതി യോഗത്തിൽ NTA തലവൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നേരിട്ട് പങ്കെടുത്ത് വിശദീകരണം നൽകി. പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഇതുവരെ സ്വീകരിച്ച നടപടികളും വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളും അവർ സമിതിയെ ധരിപ്പിച്ചു. അച്ചടി ഘട്ടത്തിലോ ട്രാൻസ്പോർട്ടിംഗ് ഘട്ടത്തിലോ ഉണ്ടാകാനിടയുള്ള ചോർച്ചകൾ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള പുതിയ സുരക്ഷാ പ്രോട്ടോകോളുകളാണ് ഇനി നടപ്പിലാക്കുക. ഇനിയുള്ള പരീക്ഷകളിൽ ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാകാതിരിക്കാൻ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന രീതിയിലും മാറ്റങ്ങൾ വരുത്തുമെന്ന് NTA മേധാവി സമിതിക്ക് മുൻപാകെ ഔദ്യോഗികമായി വ്യക്തമാക്കി. അതീവ സുരക്ഷിതമായ ഡിജിറ്റൽ എൻക്രിപ്റ്റഡ് സംവിധാനങ്ങളാകും ചോദ്യപേപ്പർ കൈമാറ്റത്തിനായി വരും വർഷങ്ങളിൽ ഉപയോഗിക്കുക. NTA പരീക്ഷാ പുരസ്കാരങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ മറുപുറത്ത് കുറ്റവാളികളെ കണ്ടെത്താനുള്ള അന്വേഷണവും ഫലം പുനർനിർണ്ണയം ചെയ്യാനുള്ള നടപടികളും വേഗത്തിൽ പുരോഗമിക്കുകയാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ചുള്ള അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBI അറിയിച്ചിട്ടുണ്ട്. രാജ്യത്തെ മുൻനിര IIT വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഇതിനായിട്ടുള്ളൊരു ഡിജിറ്റൽ പോർട്ടലും തയ്യാറാക്കുമെന്ന് അവർ അറിയിച്ചു. കൂടാതെ നിലവിലത്തെ പരീക്ഷാ ഫലത്തിൽ പരാതിയുള്ള വിദ്യാർത്ഥികൾക്ക് വരുന്ന തിങ്കളാഴ്ച മുതൽ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്.